ഇൻ്റർനെറ്റിനൊപ്പം AI കൂടി വന്നതോടുകൂടി എല്ലാത്തരം അറിവുകൾക്കും ഞാൻ മാത്രം മതി എന്നൊരു അഹംഭാവം കമ്പ്യൂട്ടറിനുണ്ട്. എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങൾ? അങ്ങനെയല്ല. നെറ്റിലുള്ള അറിവുകൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പുറത്തിറക്കിയ 2 പുസ്തകങ്ങൾ പഴമയിലേക്കുള്ള യാത്രയാണ്. കേരളീയ ചുമർചിത്രകലയുടെ സൗന്ദര്യ ദർശനം, ഒപ്പം കേരളീയ സംസ്കൃത സാഹിത്യ ചരിത്രം. രണ്ടും ഭാവി തലമുറയ്ക്കുള്ള മുതൽക്കൂട്ടുകളാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രസിദ്ധീകരിച്ച വടക്കങ്കൂർ രാജരാജവർമ്മ രാജയുടെ കേരളീയ സംസ്കൃത സാഹിത്യ ചരിത്രം, ഡോക്ടർ സാജു തുരുത്തിൽ എഴുതിയ കേരളീയ ചുമർചിത്രകലയിലെ സൗന്ദര്യ ദർശനം എന്നീ 2 പുസ്തകങ്ങൾ അതാത് മേഖലകളിലെ അന്വേഷണ കുതൂഹികൾക്കുള്ള 2 ഈടുറ്റ സംഭാവനകളാണ്. ഇപ്പം നമ്മുടെ മണിപ്രവാള ഭാഷയാണെങ്കിലും നമ്മുടെ സന്ദേശകാവ്യങ്ങൾ, സംസ്കൃത കൃതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും കേരളത്തിൽ നടന്ന കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മാത്രമല്ല പ്രധാനപ്പെട്ടത്, ഞാൻ പറഞ്ഞത് കേരളത്തെ ചേർത്ത് വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ അതുപോലെ സംസ്കൃത പഠനം നടത്തിയിരുന്ന ഇടങ്ങളിലെ ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് വിവർത്തനങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളുണ്ട്. മൂലകൃതികളെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ട്. കേരളത്തിലെ ചുമർചിത്രകലയുടെ വളർച്ച, വികാസം തുടങ്ങിയവയുടെ ചരിത്രപരവും സൗന്ദര്യശാസ്ത്രപരവുമായ പഠനം സമഗ്രമായി നിർവഹിക്കുന്ന പുസ്തകമാണ് ഡോക്ടർ സാജു തുരുത്തിലിൻ്റേത്. ഏകദേശം 35 വർഷത്തെ എൻ്റെ കലാജീവിതത്തിൻ്റെ ഒരു സമ്മാനമാണ് ഈ പുസ്തകം. കേരളീയ ചുമർചിത്രകലയിലെ സൗന്ദര്യ ദർശനം എന്ന ടോപ്പിക്കായിരുന്നു എൻ്റെ PhD. അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന 1-2 ക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രം പഠിച്ച് ചെയ്യാമെന്നാണ്. പക്ഷേ ഏകദേശം 160ഓളം കേന്ദ്രങ്ങളിൽ, ചുമർചിത്രങ്ങളുള്ള കേന്ദ്രങ്ങളിൽ പോവുകയും ചുമർചിത്രങ്ങളില്ലാത്ത ഏകദേശം 10,000ഓളം ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ മൊത്തം കവർ ചെയ്യുകയും ചെയ്തിട്ടാണ് ഈ പുസ്തകം ഉണ്ടാവുന്നത്. അമൃത ഷർഗിൽ എന്ന് പറയുന്ന ഒരു ചിത്രകാരി, ലോകം കണ്ടിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ചിത്രകാരി, മട്ടാഞ്ചേരിയിലെ ചിത്രങ്ങൾ കണ്ടപ്പോൾ തുള്ളിച്ചാടി എന്നാണ് പറയണത്. ചില്ലുജാലകത്തിൽ അകപ്പെട്ടു പോയ വർണ്ണാഭമായ ഒരു ചിത്രശലഭത്തെ കണ്ടു എന്നാണ് അവർ അനിയത്തിക്ക് എഴുതുന്ന കത്തിൽ. ചുമർചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളായ എളങ്കുന്നപ്പുഴ, പാഴൂർ, തുറവൂർ എന്നിവിടങ്ങളിലെ ചിത്രങ്ങൾ പ്രത്യേകം പഠന വിഷയമാക്കിയത് കൂടാതെ മട്ടാഞ്ചേരി കൊട്ടാരം, ചേപ്പാട് സെൻറ് ജോർജ് പള്ളി, അങ്കമാലി സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി എന്നിവിടങ്ങളിലെ ചുവർചിത്രങ്ങളും സാജു പഠനത്തിന് വിധേയമാക്കി. മട്ടാഞ്ചേരി ചിത്രത്തിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന എളങ്കുന്നപ്പുഴ ക്ഷേത്രത്തിൽ ഇതേ ശൈലിയിലുള്ള അതിഗംഭീരങ്ങളായ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻറ്റീരിയറായി നിൽക്കുന്നൊരു സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ആരും തന്നെ, അന്നത്തെ സഞ്ചാരികൾ ആരും തന്നെ, അല്ലെങ്കിൽ കലാഗവേഷകരാരും തന്നെ ആ ചിത്രത്തെ കണ്ടില്ല എന്നുള്ളതാണ്. സൗന്ദര്യത്തിൻ്റെ കുറവ് കൊണ്ടല്ല. കേരളത്തിലെ ചുമർചിത്രരംഗം ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണെങ്കിലും ഈ മേഖലയിൽ ആഴത്തിലുള്ള പഠന ഗവേഷണങ്ങൾ ഉണ്ടായിട്ടില്ല. ആ കുറവ് നികത്തുകയാണ് ഡോക്ടർ സാജു തുരുത്തിൽ. മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ, കരുമാമ്പറമ്പത്ത് അച്യുതൻ നായർ, പുലാക്കാട്ട് രാമൻ നായർ, അത് കഴിഞ്ഞാൽ ഒരു ചിന്നമ്പി അപ്പുപട്ടർ എന്ന് പറയുന്ന ഒരാളിലേക്ക് വരെയും നമുക്കത് കാണാം. അത് പാഞ്ഞാൾ ക്ഷേത്രം വരെ അതിൻ്റെ ഒരു ദർശനം കാണാം. ഒരു പക്ഷേ ചിന്നമ്പി അപ്പുപട്ടർ അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയനോ അതല്ലെങ്കിൽ സതീർത്ഥനോ ആയിരിക്കണം. എവിടെയെങ്കിലും അക്കാലത്ത് ചരിത്രരേഖകളിൽ, ഇപ്പം മതിലകൻ രേഖകളിലൊക്കെ, തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ മതിലകൻ രേഖകളിൽ കൃത്യമായിട്ട് അവർ ഉപയോഗിച്ച ചിത്രകാരന്മാർ, അതിന് വേണ്ട ചെലവുകളൊക്കെ എഴുതിയ കൂട്ടത്തിൽ പലപ്പോഴും പരാമർശിച്ച ചിത്രകാരന്മാരെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. വളരെ അപൂർവമായിട്ട് ആ കാലഘട്ടത്തിൽ ചിത്രങ്ങളുടെ എഴുതിയ ആളുടെ പേര് വന്നു. അജന്തയിലെ ഗുഹാചിത്രങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ബന്ധത്തിൽ തുടങ്ങി കേരളത്തിലെ ചുവർചിത്രങ്ങളുടെ പ്രധാന ഇടങ്ങളും ചുമർചിത്ര പാരമ്പര്യങ്ങളെക്കുറിച്ചും അവയുടെ സൗന്ദര്യതലങ്ങളും ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ മാർഗദർശിയായിട്ടുള്ള ദൈവദീപ്തമായ ഓർമ്മകളെ കുറിച്ചുകൊണ്ട്, ബുദ്ധനെ ദൈവമായിട്ട് കണ്ടുകൊണ്ട് ബുദ്ധജാതക കഥകളാണ് അവിടെ വരച്ചിരുന്നത്. അത് ഏകദേശം 8ാം നൂറ്റാണ്ടോടുകൂടി അവിടെ വാഹാടക കാലഘട്ടത്തിലെ ചിത്രങ്ങളാണ്. പക്ഷേ സ്ഥാവിരാജല എന്ന് പറയുന്ന സ്തവന്നൂർക്കാരനായ അജലൻ 30ാം നമ്പർ ഗുഹയിൽ ചിത്രം വരച്ചു എന്ന് കേസരി ബാലകൃഷ്ണപിള്ള നവീന ചിത്രകലയിൽ പറയുന്നുണ്ട്. ആ തവന്നൂർക്കാരനായിട്ടുള്ള അചലൻ മലയാളിയായിട്ടുള്ള ഒരു ബുദ്ധ സന്യാസി തൻ്റെ കലായാത്രയിൽ എപ്പോഴോ ഏകദേശം 8ാം നൂറ്റാണ്ടോടുകൂടി തിരുനന്തിക്കര എന്ന് പറയുന്ന ഒരു
ഞാൻ ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് തിരുനന്തിക്കര പോയുള്ളൂ. ഒരു വലിയ ഒരു മലയുടെ ഉള്ളിൽ ഒരു ശിവാലയമുണ്ട്. ആ ശിവാലയത്തിൻ്റെ ചുമരിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ചുമർചിത്രകല സ്ഥാനം പിടിക്കുന്നത്. പാരമ്പര്യ ചുമർചിത്ര സമ്പത്തുള്ള കേരളത്തിലെ ഏകദേശം 160ഓളം ഇടങ്ങളുടെ പട്ടികയും അവയുടെ സാമാന്യ വിവരണവും ചുമർചിത്രകലയിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത നിറങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രതലങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയും അവഗാഹവും സാജുതുരുത്തിൽ പകരുന്നു. അത് ആ ചുമര് തയ്യാറാക്കേണ്ട ഒരു മെത്തേഡുണ്ട്. ആദ്യം ഈ ചുമരിന് ഇത് നമ്മുടെ വളരെ ഉഴിഞ്ഞവള്ളി എന്ന് പറയുന്ന വള്ളി ചതച്ചിട്ടിട്ട് പാളയംകുടൻ പച്ചക്കായ, പഞ്ഞി, മണൽ ചേർത്ത് കുമ്മായം ചേർത്ത് അരച്ചിട്ട് ഒരു റഫായിട്ട് ആദ്യം ഭിത്തിയിൽ തേച്ച് പിടിപ്പിക്കുന്നു. അതിനുശേഷം കുമ്മായവും ഉഴിഞ്ഞാവള്ളിയും പഞ്ഞിയും കൂടി വെണ്ണപ്പരുവത്തിൽ അരച്ചിട്ട് 3 പപ്പടക്കനം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് മിനുസപ്പെടുത്തിയിട്ട് ഈ പശുവും പാലിൻ്റെ നേർമയിൽ കരിക്കും വെള്ളവും ചുണ്ണാമ്പും കൂടി അരിച്ചെടുത്തിട്ട് ഒരു 28 പ്രാവശ്യം വൈറ്റ് വാഷ് ചെയ്യണം. ഇതുമ്മലാണ് ഇന്ന് കാണുന്ന എല്ലാ ചുമർചിത്രങ്ങളും വരച്ചിട്ടുള്ളത്. ഗവേഷണത്തിൻ്റെ ഭാഗമായി നിലവിൽ ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 2 പുതിയ നിറങ്ങൾ കൂടി സാജുതുരുത്തിൽ രൂപപ്പെടുത്തി. വാൻഡിയാക് ബ്രൗൺ, ഗോൾഡൻ ആംബർ എന്നീ നിറങ്ങൾ അടയ്ക്കയുടെ നീരും കോപ്പർ സൾഫേറ്റും ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർത്താണ് ഉണ്ടാക്കിയത്. ചുവപ്പും മഞ്ഞയും പാരുമണ്ണ് എന്ന് പറയുന്ന ചില ഇടങ്ങളിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒടിച്ചാൽ ഒടിയുന്ന തരത്തിലുള്ള കല്ലുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല കളറ് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാനൊരു വലിയ മല അവിടെ നിന്ന് പൊളിക്കുന്നത് കുഴിച്ചെടുക്കുന്ന സമയത്ത് ഞാനവിടെ പോയിരുന്നു. അതിന് തൊട്ടപ്പുറത്താണ് പുണ്ടരീകപുരം ക്ഷേത്രം. 18ാം നൂറ്റാണ്ടിലെ ചിത്രങ്ങളാണ്. ആ ചിത്രം കാണുമ്പോൾ ഇന്നലെ വരച്ചതുപോലെ തോന്നിക്കുന്ന കളറുകളാണ്. അപ്പോൾ ചുവപ്പും മഞ്ഞയും കല്ലുകളിൽ നിന്നെടുക്കുന്നു. പച്ചക്കളറ് നീല അമരിയുടെ ഇലച്ചാറ് ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്ത് ചെയ്യുന്നു. കറുപ്പ് വർണ്ണം എണ്ണവിളക്ക് കത്തിച്ച കാർബൺ. അതുപോലെ തന്നെ വെളുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണ്ണാമ്പും കരിക്കും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പശുവിൻ പാലിന് നേർമേൽ വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു വർണ്ണമാണ് അതിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ 5 വർണ്ണങ്ങളാണ്. ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥിയായ സാജുതുരുത്തിൽ കേരളത്തിലെ നിരവധി പ്രധാന ക്ഷേത്രചിത്രങ്ങളുടെ പുനഃക്രമീകരണം പുരാവസ്തു വകുപ്പിനു വേണ്ടി ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രസിദ്ധീകരിച്ച വടക്കുംകൂർ രാജരാജവർമ്മ രാജയുടെ കേരളീയ സംസ്കൃത സാഹിത്യ ചരിത്രം അതുല്യമായ മറ്റൊരു വൈജ്ഞാനിക അന്വേഷണമാണ്. നമ്മുടെ പാരമ്പര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട എഴുത്തുകാരുണ്ട്, നമ്മുടെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഈ പഠനമൊക്കെ നടത്തിയിരുന്ന സ്ഥലങ്ങളുണ്ട്. ധാരാളം എഴുത്തുകാരുടെ അല്ലെങ്കിൽ സംസ്കൃതത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മഹത് വ്യക്തികളുടെ വിവരണങ്ങളടക്കം വളരെ ഗംഭീരമായ വർക്കാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് എടുത്തു പറയാൻ കാരണം ഇപ്പോഴത്തെ കാലത്തല്ല, അദ്ദേഹം വളരെ മുമ്പ്, ഇപ്പം നമ്മുടെ ഇന്നത്തെ പോലെ ഓൺലൈൻ സംവിധാനമൊന്നും ഇല്ലാത്ത സമയത്ത് നടന്നുപോയി അല്ലെങ്കിൽ കത്തെഴുതി അന്വേഷിച്ച് ഗ്രന്ഥപ്പുരകൾ പരതി താളിയോലകൾ റെഫർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പഠനവും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും ചേർത്ത് വെച്ചുകൊണ്ട് വിപുലമായ തരത്തിൽ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് തന്നെ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഒട്ടേറെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. താളിയോല ഗ്രന്ഥപ്പുരകളിൽ ഒളിഞ്ഞുകിടക്കുന്ന കാവ്യം, നാടകം, തന്ത്രം, ശില്പം, വൈദ്യം, ജ്യോതിശാസ്ത്രം, ഗണിതം, സംഗീതം എന്നിവയെക്കുറിച്ചെല്ലാം സ്വന്തമായി അന്വേഷിച്ച് കണ്ടെത്തി 100 വർഷം മുമ്പ് വടക്കംകൂർ രാജരാജവർമ്മ രാജ പൂർത്തിയാക്കിയ ഈ ഗ്രന്ഥം ഭാവി തലമുറയ്ക്കുള്ള ഒരു അമൂല്യ സംഭാവനയാണ്. 6 വാല്യങ്ങളാണ്. 6 വാല്യവും 6 തരത്തിൽ പ്രധാനപ്പെട്ടതാണ്. അതിൽ രവിവർമ്മ ചിത്രങ്ങളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കേരളീയമായൊരു ചിത്രകലാ പാരമ്പര്യമുണ്ട്. അതിൽ നമ്മുടെ പുരാണ കഥാപാത്രങ്ങളുണ്ട്, സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഏറ്റവും യോജിച്ച രീതിയിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിനൊപ്പം ഡോക്ടർ ജി ബാലമോഹൻ തമ്പി രചിച്ച റെസ്പോൺസ് ടു പോയട്രി എന്ന പുസ്തകവും ഭാഷാലോകത്തിന് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സമർപ്പിച്ചു. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതുമയുള്ള കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.